Gospel according to Saint Luke chapter 9 verses 37 to 42. Now it happened on the next day, when they had come down from the mountain, that a great multitude met him. Suddenly a man from the multitude cried out and said, "Teacher, I implore you, look on my son, for he is my only one child. And behold, a spirit seizes him, and he suddenly cries out. It convulses him so that he foams at the mouth, and depart from him with great difficulty, losing him. So I implored your disciples to cast it out, but they could not." Then Jesus answered and said, "O faithless and perverse generation, how long shall I be with you and bear with you? Bring your son here." And as he was still coming, the demon took him down and convulsed him. Then Jesus rebuked the unclean spirit, healed the child, and gave him back to his father. Then the disciple came to Jesus privately and said, "Why could we not cast it out?" So Jesus said to them, "Because of your unbelief. For surely I say to you, if you have faith as a mustard seed, you will say to this mountain, 'Move from here to there,' and it will move. And nothing will be impossible for you. However, this kind does not go out except by prayer and fasting." Peace be unto you all. Please be seated. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. 21-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവ സഭയെ ബാധിച്ചിരിക്കുന്ന ഒരു സവിശേഷതയാണ് കരിസ്മാറ്റിസം. ഞാൻ ഇതിനെക്കുറിച്ച് അല്പം ഒന്ന് പഠിക്കാനായിട്ട് ചിന്തിച്ചപ്പോൾ ഈ വേദഭാഗമാണ് എന്റെ ശ്രദ്ധയിലേക്ക് കടന്നു വന്നത്. Saint Luke chapter 9 verses 37 to 42. യേശുക്രിസ്തു മറ്റ് 3 ശിഷ്യന്മാരോടൊപ്പം പ്രാർത്ഥനയ്ക്കായി ചിലവഴിച്ചിട്ട് തിരികെ വരുമ്പോൾ കൂടി വന്നിരുന്ന സമൂഹത്തിൽ നിന്ന് ഒരു പ്രായമായ മനുഷ്യൻ യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് കവിണ്ണു വീണ് കരഞ്ഞ് നിലവിളിക്കുകയാണ്. ആ മനുഷ്യൻ പറയുകയാണ്, "എന്റെ മകന് പൈതൽ പ്രായം മുതൽ ഭൂതോഗ്രഹം ബാധിച്ചിരിക്കുന്നു." വിശുദ്ധ വേദപുസ്തകത്തിൽ 3 ഭാഗത്തെയും സംഭവം പറയുന്നുണ്ട്. സെന്റ് മാത്യു ചാപ്റ്റർ 17 verses 14 to 21, സെന്റ് മാർക്ക് ചാപ്റ്റർ 9 verse 14 to 29. ഈ 3 ഭാഗത്തും അല്പം സ്വല്പ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ പിതാവിനോട് പറയുകയാണ്, "നിന്റെ മകനെ എന്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക."
പിതാവ് പോയി അതിനെ കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് മകനെ വിളിച്ച് യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. കൊണ്ടുവരുന്ന മാത്രയിൽ വരുന്ന വഴി സാത്താൻ ഈ മകനെ തള്ളിയിട്ടു. യേശുക്രിസ്തു കൈവച്ചില്ല, യേശുക്രിസ്തു ഒന്നും പറഞ്ഞില്ല. യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന വഴിയിൽ സാത്താൻ പിശാച് അവനെ ബാധിച്ചിട്ട് അവനെ പുറകോട്ട് തള്ളിയിട്ടു. വേദഭാഗം പറയുന്നു, പിശാച് ബാധിച്ചിട്ട് അവനെ പുറകോട്ട് തള്ളിയിട്ടു. ഈ അടുത്ത കാലത്ത് കരിസ്മാറ്റിക് മൂവ്മെന്റിൽ കണ്ടെന്ന പ്രത്യേകതയാണ്. അത് ലീഡ് ചെയ്യുന്ന ആൾ തലയിൽ കൈവെക്കുമ്പോൾ പെട്ടെന്ന് ഈ മനുഷ്യൻ പുറകോട്ട് മറിഞ്ഞു വീഴും. ലീഡ് ചെയ്യുന്ന ആൾ തലയിൽ കൈവെക്കുമ്പോൾ രോഗിയെന്ന് അവകാശപ്പെടുന്ന ആൾ പുറകോട്ട് മറിഞ്ഞു വീഴും. യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് പിതാവി മകനെ കൊണ്ടുവരുമ്പോൾ യേശുക്രിസ്തു കൈവയ്ക്കുന്നില്ല. പിശാച് അവനെ ബാധിച്ചിട്ട് അവൻ പുറകോട്ട് മറിഞ്ഞു വീഴുന്നു. അപ്പോൾ ഏത് സാഹചര്യത്തിലാണോ പുറകോട്ട് മറിയുന്നത്? പിശാച് ബാധിക്കുമ്പോഴാണ് പുറകോട്ട് മറിയുന്നത്. പിശാച് ബാധിക്കുമ്പോൾ ഇവൻ പുറകോട്ട് മറിയും. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും കടക്കുന്നില്ല. എന്തോ ആയിക്കോട്ടെ, ദൈവം തീരുമാനിക്കും. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരുന്ന വഴി പിശാച് ബാധിച്ചിട്ട് അവൻ പുറകോട്ട് മറിയും. യേശുക്രിസ്തു അവന്റെ അടുക്കിലേക്ക് കടന്നു ചെന്നിട്ട് അവനെ തൊട്ട് അവന്റെ പിശാച് ബാധ ഒഴിവാക്കുക. ഇതാണ് ഇന്നത്തെ വേദഭാഗത്തിന്റെ ക്രിയ എന്ന് പറയുന്നത്. ഇതിനോടനുബന്ധിച്ച് സെയിന്റ് മാത്യുവില് പറയുന്ന വേദഭാഗത്ത് അതിന്റെ അവസാന ഭാഗം സെയിന്റ് മാത്യു ചാപ്റ്റർ 17 verse 20, 19 and 20, that the disciple came to Jesus privately and said, why could we not cast it out? ഞങ്ങൾക്ക് ഇത് എന്തുകൊണ്ട് കഴിയാതെ പോയി എന്ന് ഈ ശിഷ്യന്മാർ പ്രൈവറ്റ് ആയിട്ട് യേശുക്രിസ്തുവിനെ മാറ്റി നിർത്തി ചോദിച്ചു. കാരണം എതിരൊന്ന് ശ്രമിച്ചു നോക്കിയതായി ശിഷ്യന്മാർ. ആ സമയത്ത് ശിഷ്യന്മാർ എത്ര പേരുണ്ടാവാം? 9 ശിഷ്യന്മാരുണ്ട്. 3 പേര് കർത്താവിനോടൊപ്പം പോയി. ഈ 9 പേര് അവന്റെ ശരീരത്തിൽ നിന്ന് പിശാചിനെ പുറത്താക്കുവാൻ ശ്രമിച്ചു. പക്ഷെ അവർക്ക് സാധിച്ചില്ല. കർത്താവ് അതിന് മറുപടി പറയുന്നതാണ് ശ്രദ്ധേയമായ വാക്യം. ബിക്കോസ് ഓഫ് യുവർ അൺബിലീഫ്, നിങ്ങളുടെ അവിശ്വാസമാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് നാം പല പ്രാവശ്യം കേൾക്കുന്നു. ദൈവത്തിൽ പൂർണ്ണമായ വിശ്വാസമുണ്ടായെങ്കിൽ ഈ വേദഭാഗം പറയുന്നുണ്ട്, if you have faith as a mustard seed, ഒരു കടുകുമണിയോളം നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ, you will say to this mountain, move from here to there, ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റു സ്ഥലത്തേക്ക് പോക എന്ന് പറഞ്ഞ് പോകും. അവിടെയാണ് ദൈവത്തിലുള്ളതായ വിശ്വാസത്തിന്റെ അളവുകൾ എന്ന് പറയുന്നത്. നാം പൂർണ്ണമായും നമ്മെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു പരിപാലിച്ച് ആക്കിയിരിക്കുന്ന ദൈവത്തിൽ അടിയുറച്ച വിശ്വാസത്തിൽ ജീവിക്കുന്നുണ്ട് എങ്കിൽ ഒരു പിശാച് നമ്മെ ബാധിക്കുകയില്ല. ഒരു സാത്താനെ നമ്മെ കീഴ്പ്പെടുത്തുവാനായിട്ട് പറ്റുകയില്ല. ഒരു പിശാച് നമ്മെ പുറകോട്ട് തള്ളിയിടുകയില്ല. വിശ്വാസമാണ് ഏറ്റവും പ്രധാനമായിട്ട് കൂടെ വേണ്ടത്. ഇതിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, ദിസ് കൈൻഡ് ഡസ് നോട്ട് ഗോ ഔട്ട് എക്സെപ്റ്റ് ബൈ പ്രയർ ആൻഡ് ഫാസ്റ്റിംഗ്. ഈ രീതിയിലുള്ളതായ വിഭാഗം, ദിസ് കൈൻഡ്, നിങ്ങളിൽ പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടാവേണ്ടത് പ്രയർ ആൻഡ് ഫാസ്റ്റിംഗ്, പ്രാർത്ഥനയും ഉപവാസവും. അപ്പോൾ ഓർത്തിരിക്കണം, 3 കാര്യങ്ങളായി ഈ വേദഭാഗം നമ്മൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. 1 ഫെയ്ത്ത്, 2 പ്രയർ, 3 ഫാസ്റ്റിംഗ്. പ്രയർ,
faith and fasting. പ്രാർത്ഥനയും വിശ്വാസവും ഉപവാസവും. ഇതാണ് ഓർത്തഡോക്സ് സഭയുടെ ആരാധനയുടെ ജീവിത ക്രമം എന്ന് പറയുന്നത്. ഇന്ന് ഉപവസിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് സമയമില്ല, പ്രാർത്ഥിക്കാൻ നമുക്ക് സമയമില്ല. ദൈവത്തിലുള്ള വിശ്വാസം അല്പസ്വല്പമൊക്കെ ഉണ്ടെന്ന് നാം അവകാശപ്പെടുന്നു. ഇതിന്റെ കുറവാണ് ഇന്നത്തെ അസ്വസ്ഥതയ്ക്ക് കാരണം. എന്റെ രോഗം മാറുന്നില്ല, എന്റെ ജീവിതത്തിലെ പ്രയാസം മാറുന്നില്ലെങ്കിൽ, എന്റെ ദുരിതങ്ങൾ മാറുന്നില്ലെങ്കിൽ, എന്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറുന്നില്ലെങ്കിൽ അതിന്റെ അടിസ്ഥാന കാരണം പ്രാർത്ഥനയുടെ അഭാവമാണ്, വിശ്വാസത്തിന്റെ അഭാവമാണ്, ഉപവാസത്തിന്റെ കുറവാണ്. ഉപവാസവും പ്രാർത്ഥനയും ദൈവത്തിലുള്ളതായ വിശ്വാസവും എന്നിൽ നിങ്ങളിലും ഉണ്ടായി, അടിയുറച്ച ദൈവത്തിലുള്ളതായ വിശ്വാസം നിങ്ങളിലുണ്ടായി ഈ ലോകസംബന്ധമായ ഒരു ബാധയും ഒരു പിശാചും ബാധിക്കില്ല. അത് ദൈവം തമ്മിൽ മാറ്റി തരും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ